സുജിത്തേട്ടാ കേറിയിരിക്കി മോളെ അതിങ്ങ് മാറ്റി വെച്ച ഉണ്ടാക്കിയാന്നല്ലേ ഭംഗിയുണ്ട്. ഇപ്രാവശ്യം സ്റ്റാർ വാങ്ങിയില്ല, അവർ സ്വന്തം ഉണ്ടാക്കുക ചെയ്തേ. കഴിഞ്ഞ വർഷം അവരച്ഛൻ പഠിപ്പിച്ചു കൊടുക്ക. അച്ഛന്റെ കഴിവലമൊക്കെ കിട്ടിയല്ലേ. പിന്നെ ഇപ്പൊ ഞാൻ വന്ന് ഒരു കാര്യം പറയണം. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളെല്ലാരും വരുമ്പോ നിങ്ങൾ രണ്ടുപേരുണ്ട്. ഇപ്പൊ നീ ഒരു കൊല്ലായില്ലേ ഏകദേശം മക്കളെ കൊണ്ട് ഒറ്റ കേൾക്കുന്ന. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാണെങ്കിൽ പറഞ്ഞു തീർക്കൂടെ? ഇനി ഞാൻ സംസാരിച്ചാൽ ശരിയാവും തോന്നുന്നില്ല. എന്റെ ഭാഗത്തുണ്ട് കുറെ തെറ്റുകൾ. കല്യാണം കഴിക്കുന്ന സമയത്ത് മതം നിങ്ങൾക്കൊരു പ്രശ്നമല്ലേ. പിന്നെ 2 കുഞ്ഞുമക്കളുണ്ടായാൽ ഈ പ്രശ്നം വന്നു. നീ എന്താ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടുകാർ പറയുന്ന എല്ലാം കേൾക്കണ്ട, ഓൻ പറയുന്നതും കൂടെ കേൾക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്കും. ഓനെ നീ ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എടോ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്, പൊട്ടിയാൽ പിന്നെ കൂട്ടിച്ചേർക്കാനാ പാട്. എന്നാ പിന്നെ ഞാൻ പോവാ. നാളെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തും. മക്കളെ 2 കൂട്ടിക്കോ. എന്നാ ശരി, വരുന്നേ മക്കളെ. ഇതല്ല ക്രിസ്മസ് അല്ല ആയില്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താഘോഷം? ഒരാഘോഷവും ഇല്ല. കഴിഞ്ഞ ക്രിസ്മസ് അല്ല ഇപ്പം ഒരു ഓർമ്മ മാത്രമല്ല. കുടുംബം ഒന്നിച്ചില്ലെങ്കിൽ ഒരാഘോഷം നമുക്കൊന്നുമല്ല. ഓരോ ദിവസം ഇങ്ങനെ തള്ളിത്തല്ലേ അങ്ങ് പോകുന്നു. ഒന്നും ശരിയാവില്ല. എടാ ഒരു കൊല്ലായില്ലേ രണ്ടാളും 2 വഴിക്കുന്നു. ചെറിയ പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർത്തൂടെ? നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി പറഞ്ഞാലൊന്നും ശരിയാവും തോന്നില്ലടാ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല, എൻ്റെ ഭാഗത്ത് തന്നെ കൂടുതലും തെറ്റ്. ഓള് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിച്ചു പോയി. കല്യാണം കഴിക്കുമ്പോൾ നമ്മളുടെ ഒരു മധുവില്ലേ, എല്ലാം അറിഞ്ഞിട്ടല്ലേ ഓളെ എന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എപ്പോ ഓളെ കുടുംബത്തിന് ഇടയ്ക്ക് മതം കയറി വന്ന് എനിക്കറിയില്ല. കുട്ടികളെ കാര്യം പറഞ്ഞിട്ട് തെറ്റിയതാ. ഓളന്നേരെ പറയുന്നുണ്ട് എൻ്റെ തെറ്റല്ല, ഞാനല്ല പറഞ്ഞത്, വീട്ടുകാരിങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ ചില നേരത്ത് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളെ മനസ്സിൽ വെക്കില്ല. ആ ഒരു സമയത്ത് ഞാൻ ഒരടിയും കൊടുത്തു. പിന്നെ അവരോട് എന്തെല്ലോ പറഞ്ഞെല്ലാം ശരിയാക്കണം എന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഒന്നും ഇനി ആവും തോന്നുന്നില്ല. ഒന്നും വിചാരിച്ച പോലെ നടക്കില്ല. എടാ അതെല്ലാം മറന്നേക്ക്. നിന്റെ മക്കളെ കുറിച്ച് ഓർമ്മിക്കണം. എടാ മക്കളെ കുറിച്ച് ഓർമ്മിക്കാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കാണണമെന്നല്ല. പക്ഷേ ഒരു ദിവസം ഞാൻ പോയതാ. എന്നെ കണ്ടപാട് എൻ്റെ മോള് പുറത്തോട്ട് കയറിപ്പോയതാ. അവരെന്നാ പറഞ്ഞെന്നറിയില്ല. നീ അതെല്ലാം മറന്നേക്ക്. നാളെ ഒരു 10 മണിയാകുമ്പോൾ പള്ളിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാര്യയോട്, കുട്ടികളെയും കൂട്ടിയിട്ട്. പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആടെ വെച്ച് തീർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ നീക്കും. മോളെല്ലോണം പഠിക്കുന്നില്ലേ? എന്നിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഇവിടെ ഇരിക്കേ. അച്ഛനമ്മയോട് കുറച്ച് കാര്യം പറയട്ടെ. ഇവിടെ ഇരിക്കേ. മോളോട് ഇരിക്കേ. തെറ്റെന്റെ ഭാഗത്താ. വീട്ടുകാരന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാനും അറിയാണ്ട് പറഞ്ഞുപോയി. അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു.
നിങ്ങൾ പോയപ്പോഴൊരു കാര്യം മനസ്സിലായേ, നിങ്ങളില്ല പിന്നെ നമുക്ക് ആരുമില്ല. പിരിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു, കൂട്ടിച്ചേർക്കാൻ അപൂർവം ചിലവേ ഉണ്ടാവും. എടാ, നമ്മൾ ഈ പടാപ്പടലും പെട്ടിട്ടേ വീണ്ടും തമ്മാമൽ അടിയാവുക. കൈയല്ല, ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനൊന്നങ്ങനെ ചെയ്യാനൊന്നും പാടില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ്, നമ്മളെ മനസ്സ് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കൂല. ഒരുപാട് തവണ നിന്നോട് വന്നിട്ട് ഏറ്റു പറയണ ചില കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഈഗോ ആവും, എന്തോ പറ്റിയിട്ടില്ല. മക്കളെ കാണണം തോന്നിക്കാൻ 1-2 തവണ അവരോട് വന്നേ. പക്ഷേ അന്ന് എൻ്റെ കുടുംബങ്ങളെന്നോട് പറഞ്ഞ കാര്യമല്ല, അത്രയേറെ വിഷമത്തിൽ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞതല്ല, ഇനി പോട്ടെ. ഇനി നമുക്ക് പുതിയൊരു ജീവിതം എന്തായാലും തുടങ്ങാം. അവരുള്ളിൽ ഇപ്പോൾ സ്നേഹമുണ്ട്, അവരൊന്നാവും. ഈ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്ത് മതം വന്നതിനോട് സ്നേഹം. നമുക്കിടയിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ഇടയിൽ മതം കയറി വന്നപ്പോഴാണ് നമുക്ക് ഇത്രയേറെ പ്രശ്നം സംഭവിച്ചത്. അത് നമ്മൾക്ക് കയറി വന്നതല്ല, നമ്മളെ മനസ്സിൽ രണ്ട് കുടുംബങ്ങൾ ഏറ്റിയതാ കാര്യത്തിൽ. നമ്മളതിൽ പെട്ടുപോയി. നമ്മളെ മക്കൾ ഏത് മതത്തിലോ വളരട്ടെ, അവർ നല്ല മക്കളായി വളർന്നാൽ മതി. മതമില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റും, പക്ഷെ സ്നേഹമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് നല്ല കരുതൽ കൊടുക്കാം നമുക്ക്. എന്നാ പോകാല്ലേ, വാ കേറി.